ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസൺ ആവേശകരമായി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ റൗണ്ട് പൂർത്തിയാവുമ്പോൾ പോരാട്ടം ശക്തമായെന്ന് തന്നെ പറയേണ്ടി വരും. ആരാധകരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുവാൻ പല ടീമുകൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ചില ടീമുകൾ തുടക്കം തന്നെ പാളിയിരുന്നു. അതിലൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ്. ആദ്യത്തെ 2 മത്സരത്തിലും രാജസ്ഥാൻ തോറ്റിരിക്കുകയായിരുന്നു. ഇത്തവണ രാഹുൽ ദ്രാവിഡിനെ പരിശീലകനാക്കി വലിയ മാറ്റങ്ങളോടെയാണ് രാജസ്ഥാൻ കളിക്കളത്തിലിറങ്ങിയത്. പല സൂപ്പർ താരങ്ങളെയും കൈവിട്ട രാജസ്ഥാൻ ടീമിലും വലിയ ഉടച്ചുവാർക്കൽ നടത്തിയിരുന്നു. എന്നാൽ ഇവർക്ക് ഉത്തമ പകരക്കാരെ കൊണ്ടുവരാൻ രാജസ്ഥാന് സാധിച്ചില്ല. ഇതിന്റെ തിരിച്ചടി രാജസ്ഥാന് ഇത്തവണ നന്നായി കാണാൻ സാധിക്കും. ടീം പ്രതീക്ഷിച്ചതുപോലെ പല താരങ്ങൾക്കും ഉയരാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, സഞ്ജുവിനേറ്റ പരിക്കും വലിയൊരു കാരണമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല, പരിക്കേറ്റ സഞ്ജു സാംസണിന് പകരം റിയാൻ പരാഗിനെ ക്യാപ്റ്റൻസിയിലേക്ക് കീഴിലാക്കിയതും രാജസ്ഥാന് ഒരു മത്സരത്തിന് പോലും വിജയിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നതിന്റെ കാരണമായി മാറി. എന്നാലും ഒരു കളി ആശ്വാസത്തിന് ജയിച്ചിട്ടുണ്ട്. 2 മത്സരത്തിൽ റിയാൻ പരാഗിന് കീഴിൽ രാജസ്ഥാൻ തോറ്റു. എന്നാൽ ഇപ്പോഴിതാ പരാഗിനെ പ്രശംസിച്ചുകൊണ്ട് രാജസ്ഥാൻ പരിശീലകനായ രാഹുൽ ദ്രാവിഡ് രംഗത്ത് വരികയും ചെയ്തു. രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റ് പ്രത്യേക താല്പര്യമുള്ള താരമാണ് റിയാൻ പരാഗ്. നേരത്തെ തന്നെ പരാഗിന് വലിയ പിന്തുണ രാജസ്ഥാൻ ടീമിൽ ലഭിച്ചിരുന്നു. ഇത്തവണ സഞ്ജു സാംസണ് പരിക്കേറ്റപ്പോൾ പരാഗിലേക്ക് നായകസ്ഥാനം എത്തുകയും ചെയ്തു. സഞ്ജു സാംസന്റെ കീഴിൽ രാജസ്ഥാൻ മികച്ച പ്രകടനങ്ങളാണ് കഴിഞ്ഞ വർഷം നടത്തിയത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ വിടവ് നികത്താൻ പരാഗിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കകളുണ്ടായിരുന്നു. എന്നാൽ പരാഗ് വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്നും മികച്ച നായകനാണെന്നും പ്രശംസിച്ചുകൊണ്ടാണ് രാഹുൽ ദ്രാവിഡ് രംഗത്ത് വരുന്നത്. ഫ്ലാറ്റ് പിച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ടീമിനെ നയിക്കുക എന്നത് എളുപ്പമല്ല. നായകൻ എന്ന നിലയിൽ ആദ്യ മത്സരം എപ്പോഴും വളരെ പ്രയാസമായിരിക്കും. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിലും ശാന്തനായി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി. ടീമിനെ ഒരു സാഹചര്യത്തിലും സമ്മർദ്ദം ബാധിക്കാതെ അവൻ നോക്കി നിന്നു. അതെല്ലാം മികച്ച നായകന്റെ ഗുണമാണെന്ന് ദ്രാവിഡ് പറയുന്നു. KKRനെതിരെ രാജസ്ഥാൻ തോറ്റെങ്കിലും റിയാൻ പരാഗ് എടുത്ത തീരുമാനങ്ങൾ മികച്ചതായിരുന്നുവെന്നാണ് ദ്രാവിഡ് പറയുന്നത്. സമ്മർദ്ദ സാഹചര്യത്തിൽ മുന്നിൽ നിന്നും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പരാഗ് മാതൃകയായെന്നാണ് ദ്രാവിഡ് വ്യക്തമാക്കിയത്. KKRനെതിരെ സ്വയം പന്തെറിയാനെത്തിയ പരാഗിന്റെ തീരുമാനം മികച്ചതായിരുന്നു. 2 ഇടം കയ്യന്മാർ ബാറ്റ് ചെയ്യുമ്പോൾ പിച്ചിൽ ടേണുള്ളപ്പോൾ പവർ പ്ലേയിലെ 5ാം ഓവർ എറിയാനെത്തിയത് മികച്ച നീക്കമാണ്. കൃത്യസമയമെടുത്ത മികച്ച തീരുമാനമായിരുന്നു അത്. നായകൻ എന്ന നിലയിൽ അവന്റെ പ്രകടനം തൃപ്തി നൽകുന്നതാണ്. സഞ്ജു പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തുന്നത് വരെ അവനെ നായക സ്ഥാനത്ത് തുടരാൻ അനുവദിക്കും. അവന്റെ ചിന്തകളും പദ്ധതികളും ചർച്ച ചെയ്യാനും തയ്യാറാവുന്ന നായകനാണവർ. തന്റെ കാര്യങ്ങളിൽ അവൻ വ്യക്തതയുണ്ട്, ദ്രാവിഡ് വ്യക്തമാക്കി. എന്നാൽ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ പ്രകടനം കാഴ്ചവെക്കാൻ പരാഗിന് സാധിക്കുന്നില്ല. 3ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനെത്തി നിരാശപ്പെടുത്തുകയാണ് താരം ബാറ്റിങ്ങിൽ മെച്ചപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസനെ ഒതുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട ആരോപണമാണ് ശക്തമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. രാജസ്ഥാൻ ടീം മാനേജ്മെന്റ് പരാഗിനെ നായകനാക്കി വളർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. രാജസ്ഥാൻ ടീമിൽ സഞ്ജുവിന് ഇനി നായകസ്ഥാനം അധിക നാൾ പ്രതീക്ഷിക്കേണ്ടെന്നും ചുരുക്കം പറയാം. സഞ്ജുവും ഇതിന്റെ സൂചന നൽകി കഴിഞ്ഞു. എപ്പോഴും രാജസ്ഥാന്റെ നായകനായി തുടരാനാവില്ലെന്നാണ് സഞ്ജു കഴിഞ്ഞിടെ പ്രതികരിച്ചത്.